ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. ഗോസ്റ്റ് മാരത്ത്. ഓക്കെ, നമുക്ക് സ്റ്റോറിയോട്ട് പോവാം. ഹീറോയിൻ ഒരു നോർമൽ ഗേൾ, ഇന്ത്യൻ ഗേളാണ്. ഹീറോയ്ക്ക് ഇന്ത്യൻ ഗേളാണ്. പേര് പ്രിയാണ്. പ്രിയക്ക് അച്ഛനും അമ്മയും ഒരു ചേട്ടനുണ്ടാവും. പ്രിയ ഫസ്റ്റ് ഇയർ കോളേജിൽ പഠിക്കുകയാണ്. അതുമാത്രമല്ല പ്രിയക്ക് ഇങ്ങനെ കറങ്ങുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അതുമാത്രമല്ല ട്രിപ്പ് എൻജോയ് ചെയ്യുന്നത് മതി. അങ്ങനെ പീറ്റേഴ്സ് 7 പേര് ഓരോന്നാൾ ഓരോന്ന് ജോബ് എന്ന് പറഞ്ഞ് ഒരു 7 പേര് ഒരു ഐഡലാണ്, ആക്ടറാണ്. ഫേമസ് ആക്ടർ ഒരു ഐഡലാണ്. എപ്പോഴും മതി ഒരു ഐഡൽ മാത്രമല്ല ഇവർക്ക് ഓരോന്നും ഓരോന്ന് ജോബ് ചെയ്യും. ഇവർ ഐഡൽ മാത്രമല്ല ഒരു ബിസിനസ് മാൻ 7 പേര്. അതുമാത്രമല്ല ഹീറോമാർക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതെ, ഇക്കഥയിൽ ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് സ്റ്റോറിയായിട്ട് പോവാം. പ്രിയ, എന്ത് പറ്റമ്മ? നീ പോവാൻ പറഞ്ഞിട്ടുണ്ടോ? നീ റെഡിയാണോ? അമ്മ റെഡിയാണോ അർജുൻ. അമ്മ എന്ത് പറ്റി? നീ പ്രിയനെ കൂടി പോയിട്ട് വരണം, മനസ്സിലായില്ല? അതെ അമ്മ, ശരി, ഞാൻ പോയിട്ട് വരാം. റോസി ഓടി വന്നു. അമ്മ ശരി, ഞാൻ പോവാ. അർജുൻ, നീയും വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട്. ശരി, ഓക്കെ. അർജുൻ കൂടി വന്നു. ശരിടാ, നീ നോക്കിക്കൊള്ളണം അനിയത്തിനെ. ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലേ? ഞാൻ എന്തിനാ നിങ്ങൾ അയക്കുന്നത് എനിക്കറിയൂലേ? ശരി അമ്മ, അർജുൻ പറഞ്ഞു. ശരി, ഞങ്ങൾ പറയുന്നപ്പോൾ നിങ്ങൾ വന്നാൽ മതി. അതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ വരാൻ പാടില്ല. ഇവിടെ ഡാഡിക്ക് പ്രശ്നമുണ്ട്. അത് മാത്രമല്ല മമ്മി വരുന്നില്ല ഡാഡി. ഓ, മമ്മിക്ക് ജോലിയുണ്ട്. മമ്മിക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല. മമ്മിക്ക് ഡാഡിക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല. നീ പോയിട്ട് വാ. ഞാൻ അർജുനോട് അയച്ചു. ശരി ഡാഡി. അങ്ങനെ ഈ 2 പേര്, അതെ, നിങ്ങൾക്ക് 2 പേർക്ക് അവിടെ ഫസ്റ്റ് ഡേ കോളേജാണ്, ജോയിൻ ചെയ്യണം, മനസ്സിലായില്ലേ? ശരി ഡാഡി. പറഞ്ഞത് ഓർമ്മല്ലേ? എൻ്റെ അവിടെ ഫ്രണ്ടും ഉണ്ട്. അവൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് നിങ്ങൾ താമസിക്കുന്നത്, മനസ്സിലായില്ലേ? ശരി അമ്മ, ശരി, ഓക്കെ. അങ്ങനെ ഹീറോയിൻ അങ്ങനെ 2 പേര് ഇന്ത്യനെ ഫ്ലൈറ്റിൽ കൊറിയൊക്കെ പോകുന്ന ഫ്ലൈറ്റിലൊക്കെ പോയി. ചേട്ടൻ പറയാൻ തുടങ്ങി, അർജുൻ പറയാൻ തുടങ്ങി. എന്ത് പറ്റി? എന്താടി മിണ്ടാതെ പൂനെക്കുട്ടി മതിയുണ്ട്? പോ ചേട്ടാ, എപ്പോഴും തമിഴ് ജോക്ക് പറയണ്ട. ഇല്ലടേ, നീ റോസിക്ക് ചോക്കായി. എന്തടി മച്ചൻ, നിൻ്റെ ചേട്ടൻ നിങ്ങൾ ജോലിയായിട്ട് സംസാരിക്കാം. എൻ്റെ ചേട്ടൻ ടെററിസ്റ്റാണ്. എല്ലാ കഥയിലും മാറി എൻ്റെ ചേട്ടൻ നല്ല സോഫ്റ്റാണ്. ചേട്ടൻ പറയാൻ തുടങ്ങി. അതെ, ശരി, അമ്മക്കറിഞ്ഞ് പ്രശ്നവും അത് മുമ്പ്. ശരി, ഓക്കെ, നമുക്ക് പോവാം. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ സന്തോഷത്തിൽ ഹീറോയിൻ കൂടെ കൊറിയക്ക് വന്നു. കൊറിയയിലിപ്പോൾ അതെ വീട് നോക്കി. വാവ്, എത്ര വലിയ വീടാ! എന്നെ ഹീറോയിൻ്റെ ചേട്ടൻ വായി പൊളന്നു നോക്കി. അതെ, ഇപ്പോൾ കൊറിയയിലാണ് ഉള്ളത്. വാവ്, നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ അർജുൻ കേട്ടപ്പുറത്ത് അതിൽ കാട്ടിയൊരു ചെക്കനോട് കേട്ടു. ദിസ് ഹൗസ് ആരത്? വലിയ ഹൗസ് കാണുന്നില്ല ഇവിടെ. അതാരാ? അത് കേപ്പോപ്പ് ഐഡല. ആരാ? BTS മെമ്പറിൻ്റെ ഗസ്റ്റ് ഹൗസ് അല്ല, ഹൗസാണ്. ഇത് പറഞ്ഞ. അപ്പോൾ ഇതാരുതാ? സോറിപ്പാ, ഇത് പറഞ്ഞ ഇത് അവർ തന്നെ. ഇത് അവർതാ? അതെ, ഇതും അവർ തന്നെ. അങ്ങനെയാണോ? ശരി, ഓക്കെ, ഇതും അവർ ഇതാണ് ഗസ്റ്റ് ഹൗസ് ഇതും അവരുടെ. അതെ, ഇത് അവരുതാണ്. മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എൻ്റെ ഡാഡിയാണ്. അതെന്നാ ചെക്കൻ പറയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളെ ഗസ്റ്റ് ഹൗസ് എന്ത് പറ്റി? സോറി, ഞങ്ങളെ ഗസ്റ്റ് ഹൗസ് നിങ്ങൾക്ക് മതിയാവല്ല. അത് മാത്രമല്ല അവിടെ നിറയെ ഗസ്റ്റ് ഹൗസ് ക്ലീനില്ല നിങ്ങൾക്ക്. അതെ, നിൻ്റെ ഡാഡി ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെ ബുക്ക് ചെയ്തെന്ന് അർജുനോട് പറഞ്ഞു. അർജുൻ്റെ ഏജാണ്, അർജുൻ്റെ ക്ലാസ്മേറ്റാണ്. അർജുൻ അവന് ഒരേ ക്ലാസ് പഠിക്കുകയാണ്. അർജുനോട് പറയാൻ തുടങ്ങി. ശരിടാ, എന്ത് പറ്റി? ജാക്ക് പറയാൻ തുടങ്ങി. ഇല്ലടാ, അതൊന്നുമില്ല, പറഞ്ഞത് ഓൾറെഡി ഫ്രണ്ട്സ് ആയിരുന്നു. ശരിടാ, നമുക്ക് പോവാം. 2 പേര് സൂക്ഷിച്ച് മുണ്ടാതെ ഇവിടെ ഇരുന്നാൽ മതി. പിന്നെ ഒരു ഗേൾ വന്നു, നല്ല വൈറ്റായിട്ടുള്ള ഗേൾ. അതെ, നമുക്ക് ഹീറോയ്ക്ക് 3ാമത്തെ ഹീറോയിൻക്ക് ഫ്രണ്ട്, 2ാമത്തെ ഫ്രണ്ട് എന്ന് സ്ഥിരം. ഇപ്പോൾ 3 ഗേൾസ് അവന്മാരെ. അതെ, അർജുനക്ക് എങ്ങനെ ഫ്രണ്ട് കിട്ടി അതേമാതിരി ഹീറോയ്ക്ക് ഒരു ഫ്രണ്ട്, പേര് മിയ പറയുന്നത്. ഹായ് ഗേൾസ്. ഹായ് മിയ, എന്ത് പറ്റി? എന്നെ ഓർമ്മയുണ്ടല്ലേ നിനക്ക്? അത് എങ്ങനെയടി മിയ മറക്കാൻ പറ്റുമോ? നീ പറഞ്ഞ കൊണ്ട് ഞങ്ങൾ എവിടേക്ക് വന്നത്? അങ്ങനെ ഹീറോയി ടെൻഷനിൽ പറയാൻ തുടങ്ങി. അയ്യോടി, നിൻ്റെയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, മിയക്കും ലാംഗ്വേജ് അറിയും. 2 പേർക്കും നന്നായിട്ട് 2 പേരും നല്ലതായിട്ട്. മിയക്ക് ഇന്ത്യൻ ലാംഗ്വേജ് അറിയും. ഇന്ത്യൻ ലാംഗ്വേജ് ഹീറോയി സംസാരിക്കുന്ന ലാംഗ്വേജ് മലയാളം ലാംഗ്വേജ്. ഹീറോയ്ക്കും കൊറിയൻ ലാംഗ്വേജ് അറിയാം. ഹീറോയിനോട് മിയ പറയാൻ തുടങ്ങി. എടി മിയ, എന്ത് പറ്റിയടി? നടന്ന കാര്യം പറഞ്ഞു. ഇതാ പ്രശ്നം. ശരി, അതെ മിയ, അതിൽ BTS മെമ്പർ ഹൗസാണ് പറഞ്ഞത് ചേട്ടാ.
അതെ അതെ, PTS മെമ്പർ ഹൗസ് ആരാ ഹൗസടിയത്? നീ കേൾക്കുന്നില്ല ഒന്ന് മനസ്സിലായി. അതൊക്കെ അവരുടെ PTS മെമ്പർ 7 പേരെ എടുക്കുന്നത് പറഞ്ഞത് ഹാറമ്മൻ്റെ ഹൗസ്. ആറമ്മൻ്റെതാ? അതെ അതെ, ഇത് 7 പേരൊക്കെ ഉണ്ടാവുന്നതാ. ഇത് ആറമ്മൻ്റെ ഹൗസാണ്. ഇനി കുറച്ചവിടെ നിന്റെ പക്കത്തിൽ കുറച്ച് അപ്പുറം കാണുന്നില്ലേ, ഊത ഹൗസ്. ആ അതായത് അതാ, അത് ഷുഗറിൻ്റെത്. എന്ത് ഷുഗറിൻ്റെ ഹൗസാ? അതെ അതെ, ഷുഗർ ടെൻഷൻ പാർട്ടി. അതുകൊണ്ട് നമ്മൾ സൈലൻ്റിരിക്കും നമുക്ക് നല്ലത്. അവിടേക്ക് നമ്മളിവിടെ സൗണ്ട് ഒരു ഒച്ച ഉണ്ടാക്കി അത് അവർക്ക് കേൾക്കും. എങ്ങനെയാ ഒച്ച? നമ്മുടെ സൗണ്ട് റൂം നോക്കില്ലേ, അവിടെ പോയിട്ട് എത്ര ഒച്ച ഇട്ട് അതും കേൾക്കല. എന്നറിയാം നമ്മളിവിടെ ഒച്ച ഇട്ട് കേട്ട് ഇവിടെ സംസാരിച്ചാ ഇവിടെ സ്റ്റെപ്പലടി മച്ചി. ശരിയടി, അങ്ങനെ ഹീറോ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കുറച്ച് ഡേയ്സ് പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ഇപ്പോൾ കോളേജ് ജോയിൻ ആയി. ഹീറോ പറഞ്ഞു, വാ കോളേജ് കാണാൻ ഭംഗിയായിട്ടുണ്ടല്ലോ മിയ. ആ ഇവിടെ റാഗിങ് ഉണ്ടാവോ മച്ചി? റാഗിങ്ങാ? റാഗിങ് ഉണ്ട്. അത് മാത്രമല്ല നിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. എന്ത് കാര്യം പറയണ? അതെ, PTS മെമ്പർ ഇല്ലേ? അത് അതിൽ 3 പേരില്ലേ ഇവിടെ പഠിക്കാം. 3 പേര് പഠിക്കുകയാണോ? അതെടി, ഇത് ബിസിനസ് കോളേജാണ്. അത്ര കാണില്ലേ, അത് ബിസിനസ് പഠിക്കുന്ന കോളേജാണ്. ബിസിനസ് പഠിക്കുക. അതെ, ബാക്കിയവരെല്ലാം പഠിച്ചുകൊണ്ടുള്ളത്. ബാക്കിയവർ പഠിച്ചു കഴിഞ്ഞു. മാത്ര ഇതിൽ 3 പേര് ഇവിടെ പഠിക്കാം. 3 പേരാ? ആരാ? ജിമിൻ, ജങ്കുക്ക്, വി. ഇവർ 3 പേര് ഇവിടെ പഠിക്കാം. അതെ അതെ, മാത്ര നീ അവരോട്ട് പോയിട്ട് സംസാരിക്കണ്ട. എന്താ പ്രശ്നം? അതവിടെ ഒരു മേക്കപ്പ് ചെയ്ത ഒരു ഗേൾ കാണല്ലേ, വൈറ്റ് ക്യൂട്ടിയായ ഡ്രസ്സ് ഇട്ടിട്ട്, പിന്നെ ഒരു ബ്ലാക്കും ഒരു റെഡും ഒക്കെ ചെയ്തിട്ട് 3 ഗേൾസിൻ്റെ മേക്കപ്പ് ചെയ്ത് കാണല്ലേ? കാണുന്നുണ്ട്. ആ ഗേൾ കാണല്ലേ, അത് 3 പേരെ ഗേൾ ഫ്രണ്ടാ? അവർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇതാണ് എനിക്ക് ഷോക്ക്. ഇത് കണ്ട എനിക്കേ ഷോക്ക്. ഗേൾ ഫ്രണ്ട് പറഞ്ഞാൽ ലവറാണോ? ലവറാ? അതെ അതെ, ലവറൊന്നുമില്ല. അവർ പറഞ്ഞാൽ അവർ വെറുതെ നടക്കാണ് മാത്രം. അതിലൊരു കാര്യം, അപ്പുറത്ത് കണ്ട ഒരു ഗേള് ഒരുമാതിരി പാവമായിട്ട് കാക്കില്ലേ, അതാണ് അവർ 7 പേരെ ഗേൾ ഫ്രണ്ട്.